ജിജോ ആന്റണി ഡയറക്ട് ചെയ്ത് ചെമ്പൻ വിനോദും പൃഥ്വിരാജും ലീഡിംഗ് റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലറാണ് ഡാർവിന്റെ പരിണാമം. ചാന്ദിനി ശ്രീധരനാണ് ഇതിൽ ഫീമെയിൽ ലീഡ് റോളിൽ എത്തുന്നത്. ഈ സിനിമ എഴുതിയിരിക്കുന്നത് മനോജ് നായർ ആണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജും സന്തോഷ് ശിവനും ഷാജി നടേശനും ആര്യയും ചേർന്നാണ് ഓഗസ്റ്റ് സിനിമയുടെ ബാനറിൽ. ഒരു മുട്ടൻ ഡോൺ. ഡാർവിന്റെ പരിണാമം എന്ന സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാർവിൻ അതായത് ഗൊറില്ല ഡാർവിൻ എന്ന ക്യാരക്ടറുമായിട്ട് എത്തുന്നത് ചെമ്പൻ വിനോദാണ്. ഡാർവിൻ ഒരു റൂത്ത്ലെസ് ഗാങ്സ്റ്റർ ആണ്. ഒരു വയലന്റ് ലൈഫാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അതേസമയം അനിൽ ആന്റോയുടെ ക്യാരക്ടറിൽ എത്തുന്നത് പൃഥ്വിരാജ് ആണ്. ഒരു മിഡിൽ ക്ലാസ് യങ് മാൻ ആണ് അനിൽ ആന്റോ. ഭാര്യ അമലയോടൊപ്പം വളരെ സന്തോഷപൂർവമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്സിനൊക്കെ ശേഷം ഡാർവിനും അനിൽ ആന്റോവും തമ്മിൽ കണക്റ്റഡ് ആവുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എന്നതൊക്കെയാണ് ഈ കഥയുടെ ക്രാക്സ്. ഇത് പോക്കിരില്ലേ? ആ ശരിയാണല്ലോ, ഇത് പോക്കിരിയാണല്ലോ. അല്ല, പോക്കിരിയുടെ കുറച്ചമ്മ എടുത്തിട്ടുണ്ടെങ്കിലും മേക്കിംഗ് അടിപൊളിയായിരിക്കും. പൃഥ്വിരാജ് ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും അനിൽ ആന്റോ എന്ന ക്യാരക്ടറിന് ചെയ്യാനില്ല. എന്നിരുന്നാൽ പോലും പൃഥ്വിരാജ് വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ചെമ്പൻ വിനോദ് ആസ് യൂഷ്വൽ ബ്രില്യന്റ് ആയിട്ട് തന്നെ ഗൊറില്ല ഡാർവിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിൽ ആന്റോയുടെ വൈഫ് അമല എന്ന ക്യാരക്ടറിൽ ചാന്ദിനി ശ്രീധരൻ പെർഫെക്റ്റ് ആണ്. മാമുക്കോയ, സൗബിൻ ഷാഹിർ, സേതുലക്ഷ്മി, നന്ദു, ബാലു വർഗീസ്, തരികിട സാബു എന്നിവരൊക്കെയാണ് മറ്റ് പെർസ്പെക്റ്റീവ് റോൾസിൽ എത്തുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമയ്ക്കൊരു നല്ല ബേസിക് പ്ലോട്ട് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിന്റെ നറേഷൻ വളരെയധികം വീക്കായി പോയി. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ഇമ്പാക്ട് ഈ സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. സിനിമയിലെ ട്വിസ്റ്റും ടേണും ഒക്കെ അത്ര ഭംഗിയായിട്ടല്ല ഇതിന്റെ റൈറ്റർ മനോജ് നായർ എഴുതിയിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിലിംഗ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ഓബ്വിയസ് ആണ്. അത് മാത്രമല്ല, ചില കോമിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ അൺനാച്ചുറലും ഫോഴ്സ്ഫുൾ ആയിട്ടുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ മൂഡ് ഇതിന് കിട്ടാതെ പോകുന്നുണ്ട്. പക്ഷെ ഡയറക്ടർ ജിജോ ആന്റണി മോശമല്ലാത്ത രീതിയിൽ ഈ സിനിമയെ ഒരു എന്റർടൈനർ ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അഭിനന്ദൻ രാമാനുജന്റെ ബ്രില്യൻ വിഷ്വലൈസേഷൻ ആസ് യൂഷ്വൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഭിനന്ദന്. വിജയ് ശങ്കറിന്റെ എഡിറ്റിംഗ് അപ് ടു ദ മാർക്കാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം പലയിടങ്ങളിലും സിനിമ ഒരു സ്ലോ പേസിലേക്ക് വീഴുന്നുണ്ട്. പാട്ടുകളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും കാര്യം പറയുവാണെങ്കിൽ, ശങ്കർ ശർമ്മയുടെ പാട്ടുകൾ ആരെയും ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നല്ല. പക്ഷേ ഈ ഡെബ്യൂട്ടൻ മ്യൂസിഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ കൊടുക്കേണ്ടതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്റർടൈനർ ആണ് ഡാർവിന്റെ പരിണാമം. ഈ സിനിമ ഒരുപാട് നന്നാക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്. ഇനിയിപ്പോ ഇത്തരത്തിലുള്ള ആവറേജ് എന്റർടൈനർ ഇഷ്ടമുള്ള എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഡാർവിന്റെ പരിണാമം.